CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ആരാധകർ എല്ലാവരും തന്നെ ISLന്റെ 11ാമത്തെ സീസണിനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിലവിൽ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോടനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഏതായാലും ആ ഒരു അപ്ഡേറ്റുകൾ തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനും പോകുന്നത്. ഏതായാലും ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ക്യാപ്റ്റനായ അഡ്രിയാൻ ലൂണയെ കുറിച്ചാണ്. ഇന്നലെ കൊൽക്കത്തയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു സൗഹൃദ മത്സരം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മുഹമ്മദൻ FC എന്ന ആ ഒരു ക്ലബിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മത്സരിച്ചപ്പോൾ ആദ്യ 11-ൽ നമുക്ക് ലൂണയെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി തന്നെ ഔദ്യോഗികമായ ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തേക്ക് ഇറക്കുകയും ഉണ്ടായിരുന്നു. ഏതായാലും ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ നിലവിൽ ടീമിനോട് ഒപ്പം ഇല്ല. കാരണം അഡ്രിയാൻ ലൂണയുടെ കുഞ്ഞിന്റെ ജനനത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന് വ്യക്തിഗത അവധി ക്ലബിൽ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് താരം ബ്ലാസ്റ്റേഴ്സിന്റെ ടീമംഗങ്ങളോടൊപ്പം നിലവിൽ ഇല്ലാതിരുന്നതും. ഏതായാലും അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിച്ചെത്തി ഉടൻ തന്നെ ആദ്യ ആഴ്ചയിൽ തന്നെ ക്ലബിനോടൊപ്പം അഥവാ ടീമിന്റെ സ്ക്വാഡിനോടൊപ്പം ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒഫീഷ്യലായിക്കൊണ്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഏതായാലും അഡ്രിയാൻ ലൂണ ഈ ഒരു ആഴ്ചയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്ക്വാഡിനോടൊപ്പം എത്തിച്ചേരുമെന്നാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനി ഏതായാലും അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ മുൻ സ്ട്രൈക്കർ ആയിരുന്ന ജസ്റ്റിൻ ഇമാനുവലിനെ കുറിച്ചാണ്. നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്ട് തന്നെ ജസ്റ്റിൻ ഇമാനുവൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സീസണിന്റെ മുമ്പത്തെ സീസണിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പ്രീ സീസൺ മത്സരങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വിളയാട്ടം തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ ISLന്റെ 10ാമത്തെ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയിൽ പെപ്രക്ക് പകരക്കാരനായിക്കൊണ്ട് അഥവാ പെപ്രക്ക് പരിക്ക് പറ്റി പുറത്തേക്ക് പോകേണ്ട സാഹചര്യം വന്നപ്പോൾ പെപ്രക്ക് പകരക്കാരനായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ടീമിലേക്ക് എത്തിച്ച ഒരു താരം തന്നെയായിരുന്നു ജസ്റ്റിൻ ഇമാനുവൽ എന്നുള്ളത്. ഏതായാലും ആ ഒരു താരത്തെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒഴിവാക്കി കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ ഒരു താരത്തിനോടനുബന്ധിച്ചുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫോർവേഡ് പൊസിഷനിൽ ഇമാനുവൽ ജസ്റ്റിനുമായി പിരിച്ചുവിടാനുള്ള പരസ്പര കരാറിൽ എത്തിയതായി ക്ലബ്ബ് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ഭാവി ശ്രമങ്ങൾക്ക് ഞങ്ങൾ എല്ലാ ആശംസകളും നേരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ജസ്റ്റിൻ ഇമാനുവലിന്റെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത്. കാരണം ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി സ്ട്രൈക്കർമാരുടെ ആവശ്യം ഒന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഈ ഒരു താരത്തെ പുറത്തേക്കാക്കുകയല്ലാതെ മറ്റൊരു മാർഗം ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിലില്ല. ഏതായാലും ഈ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിട്ടതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കായി കമന്റായി രേഖപ്പെടുത്തുക. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ സ്ട്രൈക്കറായ അഥവാ സ്പാനിഷ് സ്ട്രൈക്കറായ ആ ഒരു ജീസസ് ജിംനിസ് എന്ന താരത്തെ കുറിച്ചാണ്. ഒരുപാട് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സംശയമാണ് താരം ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ സ്ക്വാഡ് അംഗങ്ങളെല്ലാം തന്നെ കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ആ ഒരു സ്ക്വാഡിനോടൊപ്പം ആ ഒരു ജീസസ് ജെമിനിസ് എന്ന ആ ഒരു സ്പാനിഷ് സ്ട്രൈക്കറും അടങ്ങിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അംഗങ്ങളിൽ അഡ്രിയാൻ ലൂണ മാത്രമാണ് സ്ക്വാഡിനോടൊപ്പം ചേരാനുള്ളത് എന്നർത്ഥം. ഏതായാലും ഈ ഒരു അപ്ഡേറ്റുകളെല്ലാം കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കായി കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുമായി വീണ്ടും എത്താം. ഗുഡ് ബൈ.